ഇന്നത്തെ കാലത്ത് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ സാധിക്കും. എന്നാൽ അവയിലെ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല. അതിന് പിന്നിൽ പല രഹസ്യങ്ങളും ഉണ്ടായിരിക്കും. അത്തരത്തിൽ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നാം കാണാൻ പോകുന്നത്. അപ്പോൾ ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ പണ്ട് മുതൽക്കേ കണ്ടുവരുന്നതാണ് ഇഷ്ടിക ഉപയോഗിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നിരവധി കമ്പനികൾ ഈ വിധത്തിൽ ബ്രിക്ക് വാളുകൾ ഉണ്ടാക്കാറുണ്ട്. കണ്ടുകഴിഞ്ഞാൽ ശരിക്കുമുള്ള ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു ലുക്കാണ് ഇത് തരുന്നത്. പുല്ലിന് എപ്പോഴും പച്ച നിറമാവില്ല ഉണ്ടാവുക. വേനൽക്കാലങ്ങളിൽ ഈ നിറം നിലനിർത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പലയിടങ്ങളിലും ഈ പച്ചനിറം കാണാൻ സാധിക്കുന്നത് ഈ വിദ്യ ഉപയോഗിച്ചാണ്. പുല്ലിന് സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് പെയിന്റ് അടിച്ചാണ് ഇവർ ഈ നിറം കൊണ്ടുവരുന്നത്. വലിയ മരങ്ങൾ മുറിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. അതിനായി പലതരം ആയുധങ്ങളും ഇന്ന് ലഭ്യമാണ്. എന്നാൽ ഇവിടെ നാം കാണാൻ പോകുന്നത് പടുകൂറ്റൻ മരങ്ങൾ ട്രിം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ്. അത് ഹെലികോപ്റ്ററിൽ കെട്ടിക്കൊണ്ടുപോയാണ് മരച്ചില്ലകൾ മുറിക്കുന്നത്. പിസ്സ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ അധിക പേരും. അതിൻ്റെ നിർമ്മാണവും നമ്മൾ പല വീഡിയോകളിലായി കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ വിധത്തിലുള്ളൊരു മേക്കിംഗ് നമ്മൾ ആദ്യമായിട്ടാവും കാണുന്നത്. ചില വസ്തുക്കളുടെ ശരിയായ ഉപയോഗരീതി വളരെ വൈകിയായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തിൽ നിങ്ങൾ ചിലപ്പോൾ തെറ്റായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. പൊട്ടാറ്റോ പീലർ ഉപയോഗിക്കേണ്ടത് മുകളിൽ നിന്ന് താഴേക്കാണെന്നാണ് പലരുടെയും ധാരണ. എന്നാൽ ഇത് ശരിക്കും മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കുമാണ് ചെയ്യേണ്ടത്. ഫ്രഞ്ച് ഫ്രൈസ് പലരുടെയും ഒരു ഇഷ്ടഭക്ഷണമായിരിക്കും. എന്നാൽ ഇത്തരത്തിലൊരു ഫ്രഞ്ച് ഫ്രൈസ് മേക്കിംഗ് നിങ്ങൾ ആദ്യമായിട്ടാവും കാണുന്നത്. കുറച്ച് അപകടം നിറഞ്ഞതാണെങ്കിലും വളരെ അനായാസമാണ് ഈ പയ്യൻ ഇത് ചെയ്യുന്നത്. റോഡ് മാർക്കിംഗ് എന്നത് എല്ലായിടങ്ങളിലും നാം കാണുന്നൊരു കാര്യമാണ്. ഇതിനായി സ്റ്റെൻസിൽ ഉപയോഗിച്ചും കൈകൊണ്ടും മെഷീൻ ഉപയോഗിച്ചും വരെ ചെയ്യാറുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത് ചെയ്യാനായി പെയിന്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. തെർമോപ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ചാണ് പല രാജ്യങ്ങളിലും ഇന്ന് റോഡ് മാർക്കിംഗ് ചെയ്യുന്നത്. കാരണം ഇത് കൂടുതൽ കാലം നിലനിൽക്കുന്നതും എളുപ്പത്തിൽ മാറ്റാവുന്നതുമാണ്. കട്ടപതിച്ച നടപ്പാതകൾ ഇന്ന് നമ്മുടെ നാടുകളിലും സ്ഥിരമായി കാണാറുള്ളതാണ്. വഴുക്കാതെ കൂടുതൽ ഗ്രിപ്പോടെ നടക്കാൻ ഇവ നമ്മെ സഹായിക്കുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും ഇവ നിർമ്മിക്കാറുള്ളത് ഇത്തരത്തിലുള്ള റോളറുകൾ ഉപയോഗിച്ചാണ്. ഇതുവഴി കാശും ലാഭിക്കാം, അതുപോലെ പണിയും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടതിൽ ഏത് സംഭവമാണ് കൂടുതൽ ഇഷ്ടമായതെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വിനോദവും വിജ്ഞാനപരവുമായ വീഡിയോകൾക്കായി ഫൺ ആൻഡ് ഫാക്ട്സ് മലയാളത്തിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.